നമസ്കാരം. കുബൂസ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഞാനിവിടെ 1 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ചൂട് മാത്രമേ ഇതിനുണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ അല്പം കൂടുതൽ ചേർക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈസ്റ്റ് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി ഇത് ഏകദേശം 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കുക. മീഡിയം വലിപ്പത്തിലുള്ള 8 കുബൂസ് ഉണ്ടാക്കുന്നതിനുള്ള മൈദയാണിത്. 1/2 കിലോ മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുത്തു മാറ്റി വെച്ചതിന് ശേഷമുള്ള മൈദയാണിത്. ആ 2 ടേബിൾ സ്പൂൺ മൈദ കുബൂസ് പരത്തുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. കപ്പളവിൽ പറയുവാണെങ്കിൽ ഇത് 3.25 കപ്പ് മൈദയുണ്ട്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ മൈദ ഉപയോഗിച്ച് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളതും. വേണമെങ്കിൽ ഗോതമ്പും മൈദയും മിക്സ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത വെള്ളം അല്പാൽപമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കുക. ശ്രദ്ധിക്കുക, വെള്ളം ഒരുമിച്ചൊഴിക്കരുത്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് 3-4 തവണയായി ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത 1 കപ്പ് വെള്ളം ഇതിലൊഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം പോരാ, അല്പം കൂടി വെള്ളം വേണം. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കേണ്ട അതേ പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഏകദേശം 2 മിനിറ്റ് നേരം കൊണ്ട് ഞാനിത് ഇത്രയും കുഴച്ചെടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് ഇതുപോലെ അല്പം ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും. പിന്നീട് കുറച്ച് നേരം കൂടി കുഴച്ച് കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റ് പരുവത്തിനാവും. ടോട്ടൽ എനിക്ക് ആവശ്യം വന്നിരിക്കുന്നത് 1 കപ്പ് ഈസ്റ്റ് കലക്കിയ വെള്ളവും അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ്. ഓരോ സ്ഥലത്തും കിട്ടുന്ന മൈദയുടെ ബ്രാൻഡ് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. ഇനി ഇത് വൃത്തിയുള്ള ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിന് മുകളിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായിട്ട് ആദ്യം അല്പം മൈദ വിതറുക. പിന്നീട് നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇതിന് മുകളിലേക്കിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് വേണം കുഴച്ചെടുക്കാൻ. കുറഞ്ഞത് 5 മിനിറ്റ് നേരമെങ്കിലും കുഴയ്ക്കുക. ഞാനിത് ഏകദേശം 7 മിനിറ്റ് നേരം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം ഈ കുഴച്ചെടുത്ത മാവ് ഉണങ്ങിപ്പോവാതിരിക്കുന്നതിനായിട്ട് അതിന് മുകളിൽ അല്പം എണ്ണ പുരട്ടുക. അതുപോലെ തന്നെ അല്പം നനവോടുകൂടിയ തുണിയോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചോ ഇതുപോലെ നന്നായിട്ട് മൂടുക. ഇങ്ങനെ ചെയ്യുന്നതും മാവ് ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കും. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂർ നേരം മാറ്റിവെക്കുക. ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂർ നേരമായിട്ടുണ്ട്. നമുക്ക് കാണാം ഇത് ഏകദേശം ഇരട്ടി വലിപ്പമായിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വലിപ്പം കൂടിയിരിക്കുന്നത്. ഇനി ഇത് ഈ ബൗളിൽ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം 1/2 മിനിറ്റ് നേരം ഒന്ന് കുഴയ്ക്കുക. ഇനി ഇതിനെ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒരേ വലിപ്പത്തിലുള്ള 8 ഉരുളകളാക്കുക. വീണ്ടും ഇത് ഡ്രൈ ആവാതിരിക്കുന്നതിനായിട്ട് ഇതിന് മുകളിൽ എണ്ണ പുരട്ടുകയോ അതല്ലെങ്കിൽ അല്പം നനവോടുകൂടിയ ഒരു തുണി ഉപയോഗിച്ച് മൂടിയിടുകയോ ചെയ്യുക. ഇനി ഇത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഓരോന്നായി എടുത്ത് പരത്തി ചുട്ടെടുക്കുക. പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായിട്ട് അല്പം മൈദ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വിതറുക. പിന്നീട് ഒരു ഉരുള എടുത്ത് വെച്ച് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് പരത്തുക. റൗണ്ട് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. പിന്നീടൊന്ന് മറച്ചിട്ട് രണ്ടാമത്തെ സൈഡിലും അല്പം മൈദപ്പൊടി പറ്റിച്ച ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്യുക. പകുതി കൈകൊണ്ട് പരത്തിയ ശേഷം ഇതുപോലെ ഒരു ചപ്പാത്തി റോളർ ഉപയോഗിച്ച് അല്പം കൂടി പരത്തുക. ഇത് പരത്തുമ്പോൾ ചപ്പാത്തിയേക്കാൾ അല്പം കൂടി കനം വേണം. ഏകദേശം 2 ചപ്പാത്തിയുടെ കനമെങ്കിലും ഉണ്ടാവണം. അതുപോലെ തന്നെ ഇത് പരത്തുമ്പോൾ എല്ലായിടത്തും ഒരേ കനത്തിൽ തന്നെ വേണം പരത്താൻ. അതായത് ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ നടുക്കോ കനം കുറയാനോ കൂടാനോ പാടില്ല. ഇതുപോലെ ഒരേ തിക്നെസ്സിൽ 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇത് ഒരു പാനിലിട്ട് ചുട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ പരത്തിയെടുത്ത കുബൂസ് ഈ പാനിലേക്ക് ഇടുക. പിന്നീട് ഏകദേശം 10 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. 10 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ചെറിയ കുമിളകൾ വരും. അതുപോലെ അടിഭാഗം ചെറുതായിട്ട് ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. ഉടൻ തന്നെ ഇത് മറിച്ചിടുക. ഇതുപോലെ ചെറുതായിട്ട് ബ്രൗൺ കളർ ആവാനേ പാടുള്ളൂ. ഒരുപാട് ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് തന്നെ മറിച്ചിടണം. രണ്ടാമത്തെ സൈഡ് അല്പം കൂടുതൽ നേരം വേവിക്കുക. ഏകദേശം 15-20 സെക്കൻഡ് നേരം. ആ സമയം കൊണ്ട് ഇത് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് മറിച്ചിടുക. മറിച്ചിട്ട ഉടനെ തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങും. ഇതുപോലെ നല്ലതുപോലെ വീർത്ത് വന്നു കഴിയുമ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ബലം ഉപയോഗിച്ച് പ്രസ് ചെയ്യരുത്. വളരെ പതുക്കെ ഇത് പൊട്ടാതെ വേണം പ്രസ് ചെയ്തെടുക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വശവും ഒരേ കനത്തിൽ പരത്തുവാണെങ്കിൽ ഇത് ഇതുപോലെ ഒറ്റ കുമിളയായിട്ട് കിട്ടും.
കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി ചൂടോടുകൂടി തന്നെ വിളമ്പുക. കുബൂസ് ഏതെങ്കിലും ഗ്രേവിയുള്ള കറിയോടൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.